ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേന്ദ്രൻ. ഈ സ്ത്രീ ഒരു അന്യായമായി വന്നതാ. ആ കേസ് ഒന്ന് പഠിക്കൂ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സർ. സാർ തന്നെ നേരിട്ട് ഈ കേസ് വാദിക്കണം. മിസ്റ്റർ രാജേന്ദ്രൻ എന്റെ നല്ലൊരു ജൂനിയറാ. അദ്ദേഹം വേണ്ടി ചെയ്തോളൂ. അദ്ദേഹത്തോട് ചെല്ലൂ. വരൂ. ഇരിക്കൂ. അദ്ദേഹം എന്റെ ജൂനിയർ എന്നല്ല പറഞ്ഞത്, നല്ലൊരു ജൂനിയർ എന്നാണ്. പേരെന്താ? മല്ലിക. മല്ലിക. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. മിസ്? മിസ്? ശരി, ഈ കേസ് ഞാൻ മിസ് ചെയ്യുന്നില്ല. പറഞ്ഞു. എന്താ സർ കേസ്? എന്താന്ന് പറയൂ. 3-4 പേര് ചേർന്നും തല്ലി. ഞാൻ ആശുപത്രിയിലായിരുന്നു. ക്രിമിനൽ. അതെ, ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ജോലി? വേശ്യാവൃത്തി. മല്ലികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ അമ്മയും. അമ്മ എന്ത് ചെയ്യുന്നു? വാദം പിടിച്ച് കിടപ്പാണ്. വീട്ടിൽ നിത്യവൃത്തിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? മറുപടി പറയൂ. ഞാൻ എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവരണം. എങ്ങനെ എങ്ങനെ അധ്വാനിച്ചിട്ട്? വീട്ടു വേലയ്ക്ക് നിന്നിട്ടോ കൂലി വേല ചെയ്തിട്ടോ? ഞാൻ എന്റെ സ്വന്തം ശരീരം വിൽക്കുന്നു. കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. രഹസ്യ സങ്കേതങ്ങളിൽ, ലോഡ്ജുകളിൽ മാംസ കച്ചവടം നടത്തുന്ന ഒരു തെരുവ് വേശ്യയുടെ കുറ്റസമ്മതമാണിത്. ജൂൺ 20 ഹോട്ടൽ റിവർസൈഡിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ 4 പേർ മദ്യപിച്ച് മർദ്ദിച്ച് അവശയാക്കി എന്ന് പറയപ്പെടുന്നത്. അതെ. നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു. അല്ല. പിന്നെ അവരെന്തിന് നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം? ഞങ്ങൾ തമ്മിൽ വഴക്കായി. കാരണം? ഒരാളെ ഉള്ളൂന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അതിനെ ഞാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബലാത്കാരമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത്. യുവർ ഓണർ, ഒരു തെരുവ് വേശ്യയുടെ നാവിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത്. നിങ്ങൾ ഒരേ ദിവസം തന്നെ 1-ലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ? സത്യം പറയണം. ഉണ്ട്. അതെ, ഒരു വേശ്യയ്ക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം. യുവർ ഓണർ, ഹോട്ടൽ റൂം ബോയ്കളും മാനേജരും മർദ്ദനം നടന്നതായി തെളിവുകൾ നൽകിയിട്ടുണ്ട്. വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ച് പുറത്താക്കി. അതിനെ മർദ്ദനമെന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ ചിലർ പരിക്ക് പറ്റിയിട്ടുണ്ടാവാം. ഒരിക്കലും അത് മർദ്ദനമാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു. മറ്റൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. തുടർന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വേശ്യ എന്നല്ല, ആക്രമണകാരിയായ ഒരു വേശ്യ എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഈ കേസിന് ഒരർത്ഥവുമില്ല. ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത്. മാന്യന്മാരെ മാനഭംഗപ്പെടുത്തിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അർഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Any re-examination? സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നേരെ ആശുപത്രിയിലേക്ക് പോയി. ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട്. മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം മുറിവില്ലാത്തൊരു വേശ്യയായി ഇവിടെ ചിത്രീകരിച്ചു. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല. പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരയായിരിക്കുന്നു. ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തലാണ്. അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല, ഈ സ്ത്രീയുടെ ചാരിത്രശുദ്ധിയുടെ മൂല്യം നിർണ്ണയിക്കലുമല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു സർ. ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല. വാദി വേശ്യയായാലും മർദ്ദനം തന്നെ. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും 500 രൂപ വീതം പിഴ കൊടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു.
എന്റെ സ്വാമി നീ കരയല്ലേ. പല സാക്ഷികളെയും ഈ കേസിൽ കോടതി വിസ്തരിച്ചു കഴിഞ്ഞു. അന്ന് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ പോയ വേലക്കാരൻ കുമാരന്റെ അസാന്നിധ്യം സ്വാഭാവികമാണ്. എന്റെ മകൾ അമ്മണി ഉറക്കമായിരുന്നു. രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞു കാണും. ഞാനും എന്റെ മാതാപിതാക്കളും സിറ്റിംഗ് റൂമിൽ ഇരുന്ന് ടേപ്പ് റെക്കോർഡിലുള്ള സംഗീതം കേൾക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് സംഭവം നടന്ന മുറിയിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടത്. സംശയം തോന്നി അമ്മ അങ്ങോട്ട് പോയി. തുടർന്ന് കേട്ടത് അമ്മയുടെ മോനെ മോനെ എന്നുള്ള വിളിയാണ്. ഞാനും അച്ഛനും ഓടിച്ചെന്നു. വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അകത്തെന്തോ കത്തുന്നു. ശ്രദ്ധിച്ചപ്പോൾ വേദന കൊണ്ടുള്ള ഞരക്കങ്ങൾ കേട്ടു. പിന്നീട് സംശയിച്ചു നിന്നില്ല. ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചു. അകത്ത് കടന്നപ്പോൾ എന്റെ അനിയന്റെ ഭാര്യ കത്തി എരിയുന്നതാണ് കണ്ടത്. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലിച്ചില്ല. അത്രയ്ക്ക് വൈകിപ്പോയിരുന്നു. അവൾ മരിച്ചു. അപ്പോഴേക്കും അയൽക്കാർ ചിലർ ഓടി എത്തിക്കഴിഞ്ഞിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷികളായി അവരുടെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് സത്യം. അതിനിടയ്ക്ക് ഒരു കൊലപാതകത്തിന്റെ സംശയങ്ങൾക്ക് എങ്ങനെ വഴുതലുണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവരാരും എന്നെ കൊല്ലുന്നേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാറില്ല. ഇവിടെ തെളിവുകൾ നൽകിയ ദൃക്സാക്ഷികളാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആത്മഹത്യയുടെ ലക്ഷ്യം മരണമാണ്. എന്റെ സഹോദര ഭാര്യയുടെ മരണത്തിൽ വേദനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ മരണം ആത്മഹത്യയുടെ ഫലമാണ്, കൊലപാതകത്തിൻ്റെതല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മരിച്ചുപോയ രാധ അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നില്ല എന്നിവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഏത് പീഡനങ്ങൾക്കും 2 തരം അന്ത്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, പീഡനത്തിന്റെ മൂർധന്യാവസ്ഥയായ കൊലപാതകം. 2, സഹനശക്തിയുടെ അതിരുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ആത്മഹത്യ. രാധയുടെ മരണം ഇതിലേത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഈ കോടതി തീരുമാനിക്കേണ്ടത്. ആത്മഹത്യയാണ് എങ്കിൽ രാധയെ അവിടെ എത്തിച്ച ക്രൂരകൃത്യങ്ങൾ തെളിയിക്കപ്പെടാത്തിടത്തോളം നമ്മുടെ നീതിന്യായ പ്രകാരം അവർ ശിക്ഷ അർഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു കൊലപാതകമാണ്. വിദഗ്ധനായ ഒരു വക്കീലിന്റെ ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. പ്രൊസീഡ്. എന്നെ കൊല്ലുന്നേ, ചുട്ടുകൊല്ലുന്നേ, രക്ഷിക്കണേ എന്ന് ആ പാവം പെൺകുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. ശബ്ദമുയർത്തി വെച്ച കാസറ്റ് സംഗീതത്തെക്കുറിച്ച് സാക്ഷികൾ സമ്മതിക്കുന്നുണ്ട്. അത് ബോധപൂർവമായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതുമാണ്. മുറിക്ക് മുമ്പിലെത്തിയ ദൃക്സാക്ഷികൾ എന്തുകൊണ്ട് അക്കാര്യം പറഞ്ഞില്ല? ഭീഷണിപ്പെടുത്തിയിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുത്ത് വശപ്പെടുത്തിയിരിക്കാം. അതുമല്ലെങ്കിൽ രാധയുടെ അന്ത്യനിമിഷത്തിലായിരിക്കാം അവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുണ്ട്. ഈ കേസിൽ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കുവാൻ ദയവായി അനുവാദമുണ്ടാകണം. സാക്ഷികൾക്കും വിസ്താരങ്ങൾക്കും ആവശ്യമായ സമയവും സൗകര്യങ്ങളും ഈ കോടതി അനുവദിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷിയെ അവതരിപ്പിക്കാൻ കൊല ചെയ്യപ്പെട്ട രാധയുടെ കൂട്ടുകാരിക്ക് ഈ കേസിന് അത്യാവശ്യമായ ചില പുതിയ തെളിവുകൾ നൽകാൻ കഴിയും. എന്റെ വാദങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഒരു തക്കതായ കണ്ണി നികത്താൻ അത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. സാക്ഷി കോടതിയിൽ ഹാജരുണ്ടോ? യെസ് യുവർ ഓണർ. കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ലാതെ ഒന്നും പറയുകയില്ല. ദൈവം സാക്ഷി. കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചോളാം. സത്യമല്ലാതെ ഒന്നും പറയുകയില്ല. ദൈവം സാക്ഷി. എന്താണ് പേര്? അർച്ചന. മരിച്ചുപോയ രാധയും നിങ്ങളും പഠിക്കുന്ന കാലം തൊട്ടേ കൂട്ടുകാരികളായിരുന്നു അല്ലേ? അതെ. ആ ബന്ധം അവളുടെ മരണം വരെ നിലനിന്നിരുന്നു അല്ലേ? അതെ. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടും നിങ്ങൾ അവളെ കണ്ടിരുന്നു? ഇല്ല. കത്തുകളിലൂടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു? അതെ. അവളെ നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ്? ഏതവസ്ഥയിൽ? എന്താ നോക്കി നിൽക്കുന്നത്? പറയൂ. അവളുടെ വിവാഹ ദിവസം. അച്ഛനില്ല. ഈ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധയുടെ മരണം കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. മറിച്ച് രാധ ആത്മഹത്യ ചെയ്താണെന്ന് അനുമാനിക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട്.
ഈ സാഹചര്യത്തിൽ കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിധി പ്രസ്താവിക്കുന്നു. സത്യത്തിനെതിരായി വിധി പറയാൻ നിയമത്തിന് അധികാരമില്ല. തെളിവുകൾ